ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നടന്നിട്ടുള്ള +1 അക്കൗണ്ടൻസിയുടെ ക്രിസ്മസ് എക്സാമിന് ആൻസർ കീസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: എ പേഴ്സൺ ഹൂ ഓവ്സ് മണി ടു ദ ഫേം ഈസ് കോൾഡ് ഡാഷ്. അതായത് ഒരു ഫേമിലേക്ക് പണം കൊടുക്കാനുള്ളവർ ആരാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഡെപ്റ്റർ എന്നതാണ് അതിൻ്റെ ശരിയായ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഡെപ്റ്റർ ആണ് എ പേഴ്സൺ ഹൂ ഓവ്സ് മണി ടു ദ ഫേം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം: ദ കോമ്പണൻറ്റ് ഓഫ് GST അപ്ലിക്കബിൾ ടു ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ഈസ് ഡാഷ്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് IGST എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം: റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദ ജേർണൽ ഈസ് കോൾഡ് ഡാഷ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ജേർണലൈസിങ്. വളരെ സിമ്പിളല്ലേ മക്കളെ? അടുത്ത ചോദ്യം: പർച്ചേസ്ഡ് മിഷനറി ഓൺ ക്രെഡിറ്റ് ഫ്രം ബിനു ഈസ് റെക്കോർഡ് ഡാഷ്. അതായത് ഒരു മിഷനറി, ഒരു അസറ്റ് ക്രെഡിറ്റിന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഏത് ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ജേർണൽ പ്രോപ്പർ. ഓക്കെ, റെഡി അല്ലേ? ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം: ദ സോഴ്സ് ഡോക്യുമെൻ്റ് ഓഫ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേണിൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ ഡി ഡെബിറ്റ് നോട്ട് എന്നതാണ് സോഴ്സ് ഡോക്യുമെൻ്റ് ഓഫ് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റം ഈസ് ടു ബി ഷോൺ ആസ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ട്രയൽ ബാലൻസ്. താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏത് ഐറ്റമാണ് ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്? അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ക്രെഡിറ്റേഴ്സ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം: പർച്ചേസ്ഡ് ഫർണിച്ചർ ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് ഈസ് എൻ എറർ ഓഫ് ഡാഷ്. ഇത് ഏത് തരത്തിലുള്ള എററാണ് മക്കളെ? ഇത് ഓപ്ഷൻ ഡി എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്നിട്ടുള്ള എററാണ്. ഓപ്ഷൻ സി എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഒരു പ്രിൻസിപ്പിളാണ് അവിടെ എന്താവുന്നത്, തെറ്റിപ്പോകുന്നത് കേട്ടോ. അതായത് ഫേർണിച്ചർ പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത് പർച്ചേസസ് അക്കൗണ്ടിലല്ല, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതാണ് പർച്ചേസസ് അക്കൗണ്ടിൽ കൊടുക്കുക. റെഡി അല്ലേ? സോ അത് എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ക്ലിയർ? അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്: ഫേവറബിൾ ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക് ഇൻഡിക്കേറ്റ്സ്. ക്യാഷ് ബുക്കിലെ ഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ക്യാഷ് ബുക്കിലെ ഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്കാണ്. ഡെബിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക്, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഈ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾക്ക് എല്ലാവരും കൃത്യമായിട്ടാണ് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒന്നുകൂടെ സ്പീഡിൽ പറഞ്ഞു പോവാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡെപ്റ്റർ എന്നതാണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് IGST എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ജേർണലൈസിങ് ആണ്. നാലാമത്തതെന്ന് പറയുന്നത് ജേർണൽ പ്രോപ്പറാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ, ജേർണൽ പ്രോപ്പർ. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡെബിറ്റ് നോട്ടാണ്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ക്രെഡിറ്റേഴ്സ് എന്നുള്ളതാണ്. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡെബിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക്. ക്ലിയർ അല്ലേ? എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.